വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ്. കർണാടകയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബഹുജന പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. മറ്റന്നാൾ ഇന്ത്യ സഖ്യം നേതാക്കൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്നത് വലിയ പിന്തുണ. തുടർ പ്രതിഷേധ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച അടിയന്തര യോഗം ചേരും. AICC ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. വോട്ടർ പട്ടിക കൃത്രിമത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ്. തിങ്കളാഴ്ച ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. 10-ാം തീയതി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ട്രീറ്റിലേക്ക്, തെരുവുകളിലേക്ക് പോകാൻ സംസ്ഥാനങ്ങളിലെ ചാർജുള്ള AICC ജനറൽ സെക്രട്ടറിമാരുടെയും മറ്റു ചാർജുകാരുടെയും യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തിരിക്കുകയാണ്. സംഘടിതമായി നടത്തിയിട്ടുള്ള ക്രമക്കേടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ കാര്യം അന്വേഷിക്കുന്നതിന് എന്താ തടസ്സം? മറ്റന്നാൾ ഇന്ത്യ സഖ്യം നേതാക്കൾ ദില്ലിയിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇന്ത്യ സഖ്യം വിട്ടു എന്ന് അവകാശപ്പെട്ട ആം ആദ്മി പാർട്ടിയും രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് പ്രതിഷേധങ്ങൾക്ക് ശക്തി പകരും. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് രാഹുലിന്റെ ആരോപണം. രേഖാമൂലം പരാതി നൽകണമെന്നും ഇല്ലെങ്കിൽ ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട്. റിപ്പോർട്ടർ ദില്ലി.